വിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പിൻ്റെ 6ാം ഞായറാഴ്ചയായി ഇന്ന് പരിശുദ്ധ സഭ ധ്യാനത്തിനായി സ്മരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്നതാണ് ഇതിവൃത്തം. പരിശുദ്ധ സഭ ഈ ഞായറിനെ സ്മയോ ഞായർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ആവർത്തിക്കുന്നു. 2 കുരുടന്മാരിൽ ഒരു കുരുടന്റെ പേര് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. ബർത്തിമായി എന്നാണ് അവന്റെ പേര്. യേശു തന്റെ പരസ്യശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എരിഹോവിൽ വെച്ച് നടന്ന അടയാളമാണത്. വഴിയരികിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നയായിരുന്നു ബർത്തിമായി. വലിയ ആരവം കേട്ടിട്ട് അന്വേഷണത്തിലൂടെ നസ്രായനായ യേശുവാണ് അതിലെ കടന്നു പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ ഉച്ചസ്വരത്തിൽ, "കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാണണമേ" എന്ന് വിളിച്ചപേക്ഷിച്ചു. ജനത്തിന്റെ വലിയ ആരവങ്ങളിൽ നിന്ന് ആവശ്യക്കാരുടെ ശബ്ദം കേട്ട യേശു എഴുന്നേൽക്കുക എന്ന് അവനോട് അപേക്ഷിച്ചു. അതുവരെ തന്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകിയ പുതപ്പും വിരിപ്പും സകലവും വിട്ട് അവൻ ചാടി എഴുന്നേറ്റു. നാഥൻ അവരുടെ വിശ്വാസത്തിൽ ആശ്ചര്യപ്പെടുകയും കണ്ണുകളെ സ്പർശിച്ച് കാഴ്ച നൽകുകയും ചെയ്തു. വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നത് പോലെ അവൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്. ക്രിസ്തു അമർത്യനായ പിതാവിന്റെ വിശുദ്ധ മഹത്വത്തിന്റെ സന്തോഷകരമായ വെളിച്ചമാണ്. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നും, സങ്കീർത്തനം 18-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്നും കാണുന്നു. യേശുവിന്റെ കരങ്ങൾ സ്പർശിച്ചപ്പോൾ ബാഹ്യ കണ്ണുകൾ തുറക്കപ്പെട്ടു. വിശ്വാസികളായ നാം ഓരോരുത്തരും ഓരോ ദിവസവും ആദ്യമായി കാണേണ്ടത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെയാണ്. സഭാപിതാവായ വിശുദ്ധ ഐറേനിയോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: "Those who are in the light do not illuminate the light, but are themselves illuminated and enlightened by the light." നാം പാപജീവിതത്തെ കൊണ്ട് അന്ധതയിലാണ്. വിശ്വാസ കണ്ണുകൾ കൊണ്ട് ക്രിസ്തുവിനെ ദർശിക്കണമെങ്കിൽ മാനസാന്തരവും വിശുദ്ധീകരണവും അത്യന്താപേക്ഷിതമാണ്. ഈ നോമ്പ് കാലഘട്ടം അതിനുതകുന്ന ദിനങ്ങളാണ്. സാഹിത്യകാരനും ദൈവശാസ്ത്രജ്ഞനുമായ C.S. ലൂയിസ് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: "I believe in Christ like I believe in the sun, not because I can see it, but because I can see everything else." ആ കുരുടന്മാരെ പോലെ നമുക്കും അവന്റെ സ്വരം കേൾക്കാം. ആത്മീയ കണ്ണുകൾ കൊണ്ട് ദർശിക്കാം. വിശ്വാസ ജീവിതം കൊണ്ട് അവനിൽ തന്നെ ശരണപ്പെടാം. നിത്യരക്ഷയെ പ്രാപിക്കാം. അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ദൈവനാമം മാത്രം